ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും അത് അപകടമാണെന്നും ഈ സമൂഹത്തെ ആദ്യമായി പഠിപ്പിച്ചത് ഞങ്ങളാണ്. ആര്? മുജാഹിദുകളാണ്. അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. കാരണം ഖുർആനും സുന്നത്തും അത് ഏറ്റെടുക്കൂല. കാരണം ഖുർആനിലും സുന്നത്തിലും പൂർവീകരുടെ വാചകങ്ങളിലും ഒരിക്കലും കാണാൻ കഴിയൂല ജാറം മുസ്ലിം സമൂഹത്തിന് ആപത്താണ് എന്ന ഒരു പ്രയോഗം. അത് പ്രയോഗം നടത്തിയതും അതിന്റെ പ്രചാരകരായി രംഗപ്രവേശനം ചെയ്തതും നിങ്ങളാണ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അത് ശരിയാ. പിന്നെ പറയുന്നത് എന്താണ്? ഇവർ വലിയ ധൈര്യമുള്ള ആളുകളാണ്. അത് പറയാൻ കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം, ആ ജാറം അത് തട്ടി നിരപ്പാക്കണം. അത് സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല. ഞങ്ങൾക്കൊക്കെ അവിടുത്തെ ഭരണം കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് ഞങ്ങള് ആ പച്ചക്കുപ്പ ഞങ്ങൾ തകർക്കും എന്നാ മൂപ്പർ പറയുന്നത്. മൂപ്പര ധൈര്യത്തിന്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ ധൈര്യമുള്ള ആൾക്കാരാണ് ഇവര്. വലിയ കുഴപ്പമൊന്നും കാണൂല, വലിയ ധൈര്യം. പക്ഷെ ആ ധൈര്യത്തിന്റെ നോക്കി ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഒരു സ്ഥലത്ത് ഭംഗിയ ഒരു രംഗുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഞങ്ങൾ കാണിപ്പിക്കുന്നുണ്ട്. വേറെ മൗലവി പറയാൻ പോവുകയാണ് പോലെ ധൈര്യത്തിന്റെ കോലം. ഇൻഷാ അല്ലാഹ് കാണാം. അപ്പൊ ഏതായാലും ഇവരെ ധൈര്യം കൂടെ കേൾക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഇതാദ്യം പറയുന്നത് എന്തിനാണ്? ആ ഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ അതിലുള്ള പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ പള്ളിക്ക് പുറത്താക്കി സ്ഥാപിക്കുന്നതുമാണ്. കാരണം മദീനത്തെ പള്ളിയിൽ കിടക്കാൻ പറ്റിയ സാധനമല്ലല്ലോ റസൂലുള്ളാഹി തങ്ങൾ, അത് അവിടെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് പൊളിച്ചിട്ട് അത് പുറത്തേക്കാക്കി മാറ്റും. വല്ലാത്തൊരു പ്രഭാഷണം നിങ്ങൾ കേൾക്കുന്നത്. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഖബർ കുന്നിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിപ്പിക്കലും അതിന്റെ നേരത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊപ്പം ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. അപ്പൊ യാതൊരു സംശയം വേണ്ട ആവശ്യത്തിൽ ഇവർക്ക് ഭരണം കിട്ടണം. കിട്ടിയ രണ്ടാമത്തെ ദിവസം അത് പൊളിക്കും. അതാണ് ഇപ്പൊ ഭരണത്തിന്റെ ആദ്യത്തെ അജണ്ട. ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം, ഒന്നാമത്തെ ദിവസം എന്തായിരിക്കും പരിപാടി എന്നാവും. ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ചക്കുബ്ബ തകർക്കും. ഇയാൾക്ക് എന്ത് അർഹതയുള്ളത് ഈ വിഷയം പറയാൻ? എന്നിട്ട് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ഖബർ പള്ളിക്ക് പുറത്താക്കി സ്ഥാപിക്കുന്നതാണ്. ഇത് അവരുടെ മറ്റൊരു ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രഖ്യാപനമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാരെ ഖബറിലേക്ക് വെച്ചാൽ അവരുടെ ശരീരം ദ്രവിച്ചു പോകും എന്ന മുജാഹിദിന്റെ അൽമനാറിൽ മുമ്പ് കാലങ്ങളിൽ പഠിപ്പിച്ച ഒരാശയത്തിലേക്ക് രഹസ്യമായി ജനങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം നജസ് പള്ളി വെക്കാൻ പറ്റൂലല്ലോ, അപ്പൊ അത് പുറത്തേക്ക് തന്നെ മാറ്റണം. നിങ്ങൾ നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വകാന ഫളുല്ലാഹി അലൈക അലീമാ. നബിയേ, അങ്ങേക്ക് അല്ലാഹു ചെയ്തിട്ടുള്ള ഔദാര്യം അത് മഹത്തായ ഔദാര്യമാണ്. അതിന്റെ ഒരു ഭാഗമാണ് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചത്. മഹാനായ ഇമാം അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം യഹ്യ ഇബ്നു ശറഫ് നവാവി തങ്ങൾ പറയുന്നു, ഈ ഹദീസ് സ്വഹീഹായ ഹദീസ് തന്നെയാണ്. അത് ഞാൻ ആദ്യം നിങ്ങളെ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഹദീസ് കേട്ടോളൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരന്മാര് പഠിക്കണം. വെള്ളിയാഴ്ചയുടെ മഹത്വം അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ബാങ്ക് മുഴങ്ങാൻ മാത്രം ആ സമയം വരെ നിങ്ങൾ അങ്ങാടിയിൽ കഴിഞ്ഞുകൂടരുത്. നേരെ
തിരുനേരം തന്നെ പള്ളിയിലേക്ക് എത്തുകയും അവിടെ നിങ്ങൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിരുന്നു. അതുപോലെ നിങ്ങൾ ദിക്റും സ്വലാത്തും പരിശുദ്ധ ഖുർആനും പ്രത്യേകിച്ച് അൽ കഹ്ഫ് സൂറത്തുമൊക്കെ പാരായണം ചെയ്ത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം അത് സമ്പാദിക്കുന്നവരാകണേ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വം പറഞ്ഞിട്ട് പറയുന്നു, ഫഅക്സിറൂ അലയ്യ മിനസ് സ്വലാത്തി ഫീഹി. ആ വെള്ളിയാഴ്ച ദിവസം എന്റെ മേലിലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തക്കും, നിശ്ചയം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മഅറൂലത്തുൻ അലയ്യ, എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ, എന്റെ മേൽ നിങ്ങളുടെ സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം അങ്ങ് പറഞ്ഞപ്പോ ഫഖാലൂ, സ്വഹാബികളുടെ ചോദ്യം, യാ റസൂലല്ലാഹ് വകൈഫ തുറദു സ്വലാത്തുനാ അലൈക വഖദ് അറംത. നബിയേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെ അങ്ങയുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടും? തങ്ങൾ ദ്രവിച്ചു പോകില്ലേ? സ്വഹാബത്ത് അവിടെ ഒരു സംശയം ഉന്നയിച്ചതാണ്. സ്വഹാബത്തിന് അങ്ങനെ വിശ്വാസമുണ്ടായിട്ടല്ല, മറിച്ച് പിൽക്കാലത്ത് അങ്ങനെ വിശ്വാസമുള്ളവർ വരാനുണ്ട്. അവർക്കിപ്പോൾ തന്നെ വ്യക്തമായ മറുപടി ഹബീബിൽ നിന്ന് വന്നാലേ അവർക്ക് വിഷയം മനസ്സിലാക്കാൻ കഴിയൂ. മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടാകൂ. ഈ നിലയ്ക്ക് സ്വഹാബത്ത് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ മറുപടി, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരം ഭൂമിയുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഭൂമിയോടുള്ള നിർദ്ദേശം തൊടാൻ പാടില്ല. അതിന് പൂർണ്ണ സംരക്ഷണം നൽകി നിങ്ങൾ അവിടെ സ്വീകരിച്ചിരിക്കണം. ഇതാണ് ഭൂമിയോടുള്ള നിർദ്ദേശം. അതെങ്ങനെയെന്നുള്ള ചോദ്യം അവിടെ വരാൻ പാടില്ല, അതിന് പ്രസക്തിയില്ല. കാരണം ഭൂമിക്ക് എന്ത് കിട്ടിയാലും അതിനെ ദ്രവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് അതെനിക്ക് അള്ള കൊടുത്ത ഒരു സ്വഭാവം. അള്ള പറയാണ്, ആ സ്വഭാവം എല്ലാറ്റിനോടും എടുക്കുന്നത് പോലെ ഞാൻ ഇഷ്ടപ്പെട്ട മഹാന്മാരോട് എടുക്കരുത് എന്ന് അള്ള പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഭൂമി അത് സ്വീകരിക്കില്ല എന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. നമ്രൂദിന്റെ ഭീകരമായ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോ നിങ്ങൾ ആലോചിക്ക്, ആ തീയിൽ അതിസുന്ദരനായി രോമത്തിന് പോലും ഒരു പോകലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തണുപ്പും ശാന്തിയുമുള്ള ഒരന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടിയത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. തീയുടെ സ്വഭാവം എന്താ? എന്ത് കിട്ടിയാലും കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാ. അതേ തീയുടെ കിലോമീറ്ററുകൾ അകലെയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ചൂടിന്റെ ശക്തി കൊണ്ട് അതാ കരിഞ്ഞ് ഉരുകി താഴേക്ക് വീഴുന്നു. അതേ തീയിൽ തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇടുന്നത്. ഒരു കുഴപ്പവും പറ്റില്ല. അത് അള്ളാന്റെ തീരുമാന. തൊടാൻ പാടില്ല, അപ്പൊ തൊടൂല, തിരിഞ്ഞു. പക്ഷെ അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഡൗട്ടാ, ഇതിപ്പോ എന്തായിട്ടുണ്ടാകും, ഇത് നശിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചീഞ്ഞ് നാറിയാകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ വിശ്വസിക്കുക. എന്നിട്ട് അത് എഴുതുക, അത് പ്രചരിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഹബീബിന്റെ പരിശുദ്ധമായ പച്ചക്കുപ്പ തകർക്കുക മാത്രമല്ല, ആ ഖബർ പള്ളിക്ക് പുറത്താക്കി സ്ഥാപിക്കുന്നതാണ് എന്ന ഗൗരവമുള്ള ധൈര്യമുള്ള പ്രഭാഷണം. ഇൻഷാ അല്ലാഹ് ആ ധൈര്യത്തിനൊക്കെ ഒരു അറുതി വരാൻ പോകുന്നുണ്ട്.